ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ടല്ല കേട്ടോ, ഡിന്നറിനും ഇത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ പൊറാട്ടയുടെ മാതിരിയൊക്കെ ഉണ്ടാകും. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് എടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തലേ ദിവസത്തെ ചോറില്ലെങ്കിൽ ഇന്ന് വെച്ച ചോറായാലും മതി കേട്ടോ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചോറിൽ ഉള്ള വെള്ളം തന്നെ മതിയാകും. നന്നായിട്ട് കുറേശ്ശെ ആയിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്കൊരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. 7 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. തീ കൂട്ടിയിട്ട് നമുക്കിത് സവാള വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ല. ഇനി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കണം കേട്ടോ. തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു ഭാഗം നമുക്ക് ഇപ്പോൾ പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് നന്നായിട്ട് പൊടി തൂക്കി കൊടുക്കാം.
മൈദാപ്പൊടി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് പൊടി തൂകി നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതേമാതിരിയുള്ള ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഒരു തട്ടത്തിൽ നിന്നും നമുക്കൊന്ന് മെല്ലെ റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഇതേമാതിരി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള പീസസ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ അപ്പം കിട്ടണമെങ്കിൽ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പൊറോട്ടയുടെ ഷേപ്പിൽ തന്നെ ഇത് കിട്ടുന്നതാണ്. ലെയറായിട്ട് തന്നെ ഈ അപ്പം നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഭാഗം ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പീസസും ഇതേമാതിരി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ 2 പീസസും ഇതേമാതിരി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂകി ഇതൊന്ന് മെല്ലെ പരത്തിയെടുക്കാം. അധികം വെയിറ്റ് കൊടുക്കരുത്, മെല്ലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. 2 വശവും പൊടി തൂകി മെല്ലെ പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാ ഉരുളകളും ഇതേമാതിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കാണുന്നതിന് നല്ല ഭംഗിയാണ് കേട്ടോ. ലെയറായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ പൊറാട്ടയുടെ മാതിരി തന്നെ ഉണ്ടാകും. ഇപ്പം എല്ലാതും ഇതേമാതിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ അപ്പം ചുട്ടെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ അപ്പവും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ലെയറായിട്ട് നമുക്ക് അവസാനം ഇത് കിട്ടുന്നതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത അപ്പവും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ അപ്പവും ഞാനിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം പൊറാട്ടക്കൊക്കെ അടിക്കുന്നില്ലേ, അതേമാതിരി തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ലെയറായിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. വളരെ തിന്നാണ്, സോഫ്റ്റാണ്, കട്ടിയൊന്നുമില്ല.
പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇനി നമ്മുടെ മുട്ടക്കറി കണ്ടു നോക്കിയാലോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല സ്വാദായിരിക്കും ഈ കറിക്കെന്ന്. ഈ ഒരു കറി ഈ ഒരു അപ്പത്തിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മുട്ടക്കറി അതേമാതിരി ചിക്കൻ കറി ഉണ്ടാക്കാം. വെജിറ്റേറിയന് സ്റ്റൂവോ ബാജി എന്നിവയൊക്കെ ഈ ഒരു അപ്പത്തിന് ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.